Hi dear children, today our maths class, let us discuss your textbook page number 65. See, 64 topsy-turvy ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എന്താണ് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ 3/4 എന്ന നമ്പർ ആണെങ്കിൽ അതിൻ്റെ നേരെ തലതിരിച്ചിടുന്നതാണ് എന്താ 4/3 എന്നാണ് റെസിപ്രോക്കൽ എന്ന്. അത് നമ്മൾ ഇതുവരെ കണ്ട എക്സാമ്പിളുകളിൽ കൂടെ നമ്മൾ എന്താണെന്ന് പറയുന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ. കേട്ടോ, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മൾ പഠിച്ചു, റെസിപ്രോക്കൽ എന്താണെന്ന് പഠിച്ചല്ലോ ഓൾറെഡി. നമുക്ക് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രൈസ് ഓഫ് 1.5 kilogram ടൊമാറ്റോ ഈസ് 30 rupees. ദെൻ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 1 kilogram ടൊമാറ്റോ? മക്കളെ എന്താ ഇവിടെ പറയുന്നത്? ദ പ്രൈസ് ഓഫ് 1.5 kg 1.5 കിലോഗ്രാം ടൊമാറ്റോയ്ക്ക് എത്ര രൂപയാണ്? ദ പ്രൈസ് ഓഫ് 1.5 kg എത്രയാണ്? 30 rupees. 30 rupees ആണ്. എത്ര രൂപയാണ്? 30 rupees ആണ്. അത് 1.5 kg. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് എത്രയായിരിക്കുന്ന? അപ്പോൾ നമുക്ക് 1.5 തന്നു, അതിൽ നിന്ന് 1 കിലോയ്ക്ക് എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് മെത്തഡുകൾ പറയുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെച്ചിട്ട് ആ രീതിക്ക് പോകാന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ 1.5 കിലോയ്ക്ക് എത്ര രൂപയാണ്? 30 rupee. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് എത്ര രൂപയാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ നമുക്കറിയാം മക്കളെ 1.5 kg എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം 6 kilogram ഒരു എക്സാമ്പിളാണ് മക്കളെ. 6 kilogram ആപ്പിളിന് 120 rupees ആണ്. 6 kilogram ആപ്പിളിന് 120 rupees ആണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഡിവൈഡ് ചെയ്യും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അതായത് 120യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണോ അതാണ് എന്ത് 1 കിലോ ആപ്പിളിൻ്റെ വില. 6 കിലോയ്ക്ക് 120 ആണെങ്കിൽ 6 കിലോയ്ക്ക് 20 ആണെങ്കിൽ 1 കിലോയ്ക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര കിട്ടും? 120 / 6 20 rupees കിട്ടും. അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് ഓഫ് 1.5 kg കിലോഗ്രാം 1.5 കിലോയ്ക്ക് എത്ര രൂപയാണ്? 30 rupee. അങ്ങനെയാണെങ്കിൽ 1 കിലോയ്ക്ക് എത്രയാണ്? മക്കളെ ഇവിടെ നമുക്കറിയാം 1.5 kg നമുക്ക് എങ്ങനെ എഴുതാം? 1.5 കിലോ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 1.5 കിലോ എന്നുള്ളത് നമുക്ക് 1 2s are 2 + 1 3 മിക്സർ ഫ്രാക്ഷൻ ആണ്. അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്താവും? 3/2. ഈ 3/2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം മക്കളെ അതെന്താണ്? ടൈംസ് ആണ് നമ്മൾ പഠിച്ചത്. നമുക്കിതിൻ്റെ ഒരു ഭാഗത്തിന് എത്ര രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒരു ഭാഗത്തിന് അത് 1.5 കിലോയ്ക്ക് എത്രയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്തിന് ഒരു ഭാഗത്തിന് 1 കിലോയ്ക്ക് എത്രയാണ് ചോദ്യം. അപ്പോൾ മക്കളെ നമ്മളിവിടെ എന്ത് ചെയ്യും? ഈ 3/2 എന്ന് പറയുന്ന നമ്പർ എത്രയാണ്? ഈ 3/2 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? 2/3 എന്ന് എഴുതുന്നു, തലതിരിച്ചിടുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? തലതിരിച്ചിട്ടിട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ മക്കളെ 30 നമുക്കറിയാം ഈ തന്നിരിക്കുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? ഈ മുകളിലുള്ള ഈ 2 നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. 30 × 2 വാട്ട് ഈസ് ദി ആൻസർ? 60 ആണ്. 60നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 20. 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 20 rupees. അപ്പോൾ നമുക്കിവിടെ 1 കിലോഗ്രാമിന് എത്ര രൂപയാണ്? 20 rupees ആണ്. എത്ര രൂപയാണ്? 20 rupees ആണ്. മക്കളെ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ കിട്ടും. നമുക്കറിയാം 1.5 kg 30 rupees. ഈ 1.5 kg എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മക്കളെ വരുന്നത്? ഒരു ഹാഫ്, വേറൊരു ഹാഫ്, ഇങ്ങനെ ഹാഫുകൾ തമ്മിൽ കൂടിയാണ്. 2 ഹാഫ് കൂടുമ്പോൾ 1 ആവും, പിന്നെ ഒന്നുകൂടി കൂടുമ്പോൾ 1.5 ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിന് മൊത്തം കൂടിയാണ് 30 വരുന്നത്. അപ്പോൾ ഒരു ഹാഫിന് എത്രയായിരിക്കും? ഈ 30നെ 3 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിന് എത്രയായിരിക്കും? 10 അങ്ങനെ വരും. നമുക്ക് 1 കിലോയ്ക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 കിലോ എന്ന് പറയുമ്പോൾ 2 ഹാഫ് ഒരുമിച്ച് വരും. അപ്പോൾ 10 + 10 എത്രയാണ്? 20 ആണ്. ഈ മെത്തേഡ് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ മിക്സർ ഫ്രാക്ഷൻ തന്നിരിക്കുന്നു, നമ്മൾ അതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഇത് ശരിക്കും എന്താണ്? ആക്ച്വലി ഡിവിഷൻ എങ്ങനെയാണ്? നമ്മൾ അതിന് മുമ്പ് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതിലേക്കുള്ളൊരു വേയാണിത്. 1.5 kg ആണ്. അപ്പം അതിന് നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരുന്നു? 3/2 വരുന്നു. ആ 3/2 നമ്മൾ എന്ത് ചെയ്യുന്നു? തലതിരിച്ച് നമ്മൾ റെസിപ്രോക്കലല്ലേ പഠിക്കുന്നത്. അതിന് ഇത്ര ഭാഗത്തിന് എത്രയാണ് ചോദ്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് തലതിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇൻറ്റു ചെയ്യുന്നു. 2/3 പാർട്ടിന് എത്ര രൂപയാണെന്നാണ് ഉത്തരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2/3 × 30. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2 നമ്പറുകൾ തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. താഴെ നമ്മൾ ആ ഇൻറ്റു ചെയ്ത് കിട്ടിയ ഉത്തരത്തെ ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 കിട്ടും. ക്ലിയർ ആയോ?
മക്കളെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 67 ക്വസ്റ്റൻ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് 27 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് ഗോട്ട് A+ ഇൻ മാത്സ്. Then they form 3/4 of the entire class. How many students are there in the class? ഒരു ക്ലാസ്സിലെ 27 കുട്ടികൾക്ക് എന്ത് കിട്ടി? ഫുൾ A+ കിട്ടി. A+ കിട്ടി അല്ലേ? അത് മാത്സിനാണ് A+ കിട്ടിയിരിക്കുന്നത്. ദേ ഗോട്ട് 3/4 ഓഫ് ദ എൻ്റയർ ക്ലാസ്. ഈ 27 എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളല്ല, ആ ക്ലാസ്സിലെ 3/4 പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ആണ്. 3/4 പാർട്ട് കുട്ടികൾക്ക് എന്ത് കിട്ടി? മാത്സിന് A+ കിട്ടി. അത് എത്ര പേരാണ്? 27 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? അതാണ് ചോദ്യം. 27 സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് ഗോട്ട് A+ ഇൻ മാത്സ്. ആ കുട്ടികൾ എന്ന് പറയുന്നത് 3/4 ഓഫ് ദി എൻ്റയർ ക്ലാസ്. മൊത്തം ക്ലാസ്സിലെ കുട്ടികളുടെ എത്ര ഭാഗമാണ്? 3/4 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്നാണ് ചോദ്യം. മക്കളെ ഇവിടെ എന്താ പറയുന്നത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് A+. എത്ര പേർക്കാണ് A+ കിട്ടിയിരിക്കുന്നത്? 27 ആണ്. ദെൻ പാർട്ട് ഓഫ് സ്റ്റുഡൻസ് ഹൂ ഗോട്ട് A+. എത്ര പാർട്ടാണ് കിട്ടിയത്? 3/4. അപ്പം നമുക്ക് പാർട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ എത്ര കുട്ടികൾക്കാണ് കിട്ടിയത്? ഇവിടെ പാർട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നമുക്കറിയാം 27 ആണെന്ത് ടോട്ടൽ സ്റ്റുഡൻസിന് നമുക്കാണ് ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റുഡൻസിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് 27 ഡിവൈഡഡ് ബൈ 3/4 പാർട്ടാണ്. മക്കളെ ഇവിടെ ഡിവിഷൻ വന്നു. ഡിവിഷൻ വരിക നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ മക്കളെ? ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനെ ഏതാണ്? ഈ 3/4നെ തിരിച്ചിങ്ങോട്ട് സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പർ ഏതാ? 3/4 ആണ്. അപ്പോൾ നമ്മൾ 27 ഇൻറ്റു നാക്കിയിട്ട് 3/4നെ തല തിരിച്ചിട്ട് റെസിപ്രോക്കൽ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. മനസ്സിലായോ? ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ സ്റ്റുഡൻസിനെ കാണാനായിട്ട് 27നെ രണ്ടാമത്തെ ഭാഗം ഏതാണ്? 3/4 ആണല്ലേ? അതായത് ഈ നമ്പറിനെ അല്ല നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത്തെ നമ്പർ ഏതാ? രണ്ടാമത്തെ ഭാഗം ഏതാ? നമ്പർ ഏതാ? 3/4. ആ നമ്പറിന്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? രണ്ടാമത്തെ നമ്പറിന്റെ സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇതിനെ എങ്ങനെ ഇൻറ്റു ചെയ്യാം? ഈ നമ്പറും എന്ത് ചെയ്യാനുള്ളതാണ്? ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. ഈ നമ്പറും എന്ത് ചെയ്യാനുള്ളതാണ്? ഇൻറ്റു ചെയ്യാനുള്ളതാണ്. ആ റൂൾസ് ഒക്കെ നമുക്കൊക്കെ അറിയത്തില്ലേ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇതിനെ ഈ നമ്പറും ഡിവൈഡ് ചെയ്യണമല്ലോ. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും? നമുക്കറിയാം, നമുക്ക് കട്ട് ചെയ്ത് പോവാം അല്ലേ? 27ലും 3 നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 9 3s are 27. 9 3s are 27. ഇത് വെട്ടിക്കളയുന്നു. ഇവിടെ എന്താവും? 1 3s are 3. ഇനി ഇതെന്ത് ചെയ്യണം? ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. 9 × 4 എത്രയാണ് ഉത്തരം വരിക? 1 9s are 9, 2 9s are 18, 3 9s are 27, 4 9s are എത്രയാണ്? 36 ചിൽഡ്രൻ. ടോട്ടൽ എത്ര കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്? 36 ചിൽഡ്രൻ ആണുള്ളത്. അതിനകത്തു നിന്നാണ് 27 കുട്ടികൾക്ക് എന്ത് കിട്ടിയത്? A+ കിട്ടിയത്. ആ കുട്ടികൾ എന്ന് പറയുന്നത് 3/4 പാർട്ടാണ്. ക്ലിയർ ആയോ? ടോട്ടൽ സ്റ്റുഡൻസ് ഈക്വൽ ടു ടോട്ടൽ സ്റ്റുഡൻസിനെ കാണാനായിട്ട് എന്താണ്? A+ കിട്ടിയ കുട്ടികളെ ഡിവൈഡ് ബൈ 3/4 ആണ്. അപ്പോൾ നമ്മൾ 3/4നെ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ കണ്ടിട്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഉത്തരം? 36. ഓക്കെ, ക്ലിയർ ആയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് പേജ് നമ്പർ 67. 2/3 ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് 1/2 ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ്? അതായത് 2/3 ഓഫ് എ ബോട്ടിൽ വാസ് ഫിൽഡ്. 2/3 ഉള്ളൊരു ബോട്ടിലാണ്. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, 2/3 ഉള്ള ബോട്ടിൽ. ഇതൊരു ബോട്ടിലാണെന്ന് ഓർത്തോ. ഇതിൻ്റെ മൊത്തം ഭാഗം എന്ന് പറയുന്നത് എത്രയാണ്? 2/3 എന്നാ പറയുന്നത്. 2/3 മൊത്തം എത്രയായിരിക്കും മക്കളെ ഉള്ളത്? എപ്പോഴും മിസ് പറയുന്നതാണ്, ഈ മൊത്തമുള്ള ഭാഗമാണ് അടിയിലുള്ളത്. മൊത്തമുള്ള ഭാഗം എന്ന് പറയുമ്പോൾ എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. 3 ഭാഗമുണ്ട് അല്ലേ? അതിൽ 2/3 എന്ന് പറയുമ്പോൾ എന്താണ്? ഈ രണ്ട് ഭാഗം ആണ് 2/3 എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ 2/3
ബോട്ടിൽ ഓഫ് വാട്ടർ ബോട്ടിൽ വാസ് ഫിൽഡ് വിത്ത് ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ. ഇത് എത്ര ലിറ്റർ വാട്ടർ കൊണ്ടാണ് ഫില്ല് ചെയ്യുന്നത്? ഹാഫ് ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ മെനി ലിറ്റർ വാസ് വിൽ ദ ബോട്ടിൽ ഹോൾഡ്? അങ്ങനെയാണെങ്കിൽ ആ ബോട്ടിലിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? 2/3 കൊള്ളുന്ന ഒരു ബോട്ടിലാണ്, അതിനകത്ത് 1/2 ഒഴിച്ചു അല്ലേ? 1/2 ആണ് ഒഴിച്ചിരിക്കുന്നത്. 1/2 ലിറ്റർ ഓഫ് വാട്ടർ ഒഴിച്ചു. മൊത്തം നമുക്കറിയാം 2/3 ഓഫ് വാട്ടർ വാസ് ഫിൽഡ്. 1/2 ഒഴിച്ചപ്പോഴാണ് എന്തായത്? 2/3. ഈ ബോട്ടിൽ എത്രയായി? 2/3 ആയി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ഹൗ മെനി ലിറ്റർ ഓഫ് വാട്ടർ വിൽ ദ ബോട്ടിൽ ഹോൾഡ്? എത്ര ലിറ്റർ വെള്ളം ഈ ബോട്ടിൽ ഹോൾഡ് ചെയ്യുന്നത്? മക്കളെ നമുക്കറിയാം അര ഭാഗം നമ്മൾ ഒഴിച്ചപ്പം എന്തായി? 2/3 ആയി. 2/3 ആയി. അപ്പോൾ അര ഭാഗത്തിൻ്റെ 2/3 പാർട്ട് എന്ന് വെച്ചാൽ മക്കളെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ കണ്ടു ഡിവിഷൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോഴാണല്ലോ 2/3 ആയത്. അങ്ങനെയാണെങ്കിൽ ഇതിന് മൊത്തം എത്രയാണെന്നാണ് ചോദ്യം. അതറിയാൻ വേണ്ടിയിട്ട് 1/2നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? സെക്കൻഡ് നമ്പർ എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ കണ്ടിട്ട് എഴുതുന്നു. 2/3 എന്നുള്ള എന്താവും? 3/2 എന്നാവും. 3 എന്താവും? ഇങ്ങനെയാവും. അതായത് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ഒരു ബോട്ടിൽ എന്തായി? 2/3 ആയിട്ട് നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൊത്തം അതിനകത്ത് എത്ര വെള്ളം കൊള്ളുമെന്ന് ഈ സാധനം എടുത്ത് ഇങ്ങനെ ഒഴിച്ചു ഇതിനകത്തേക്ക്. അപ്പോൾ എത്ര ആയി? 2/3 ആയി. മൊത്തം എത്രയായിരിക്കും ഉള്ളത്? 3/3 ആണല്ലോ മൊത്തം ഉള്ളത്. അതിൽ 2 ഭാഗമാണ് നിറഞ്ഞത്. ഈ അര ഭാഗം വെള്ളം ഒഴിച്ചപ്പോൾ ഈ 2 ഭാഗം നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മൊത്തം നിറയാനായിട്ട് എന്തുമാത്രം വെള്ളം വേണമെന്ന് നമ്മളെന്താ ചെയ്യുക? 1/2നെ മൊത്തം എത്ര വെള്ളം കൊള്ളുമെന്നാണ് ചോദ്യം. 1/2നെ ഡിവൈഡ് ബൈ 2/3 ആണ്. ഈ നമ്പർ ഡിവൈഡ് ചെയ്യാനായിട്ട് ഈ നമ്പർ ഒന്നും ചെയ്യേണ്ട. 1/2 ഒഴിച്ച വെള്ളം അതുപോലെ അവിടെ വെക്കുക. എന്നിട്ട് സെക്കൻഡ് നമ്പറിൻ്റെ എത്ര പാർട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ കണ്ട് ഇൻറ്റു ചെയ്യുന്നു. ഇവിടെ 2/3 എന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 3/2. ഇനി എന്ത് ചെയ്യണം? ഇനി ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാം. ഡിവൈഡ് ചെയ്യാൻ എവിടെ കണ്ടാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് നമ്പർ എടുത്തിട്ട് റെസിപ്രോക്കൽ കണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ 1 3s are 3, 2 2s are 4. മക്കളെ ഇവിടെ എന്താണ് ഉത്തരം വരുന്നത്? 3/4. മൊത്തം എത്രയാണ്? മൊത്തം എത്ര വെള്ളമാണ് കൊള്ളുന്നത്? 3/4 ലിറ്റർ ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റിനെ ലാസ്റ്റ് ക്വസ്റ്റൻ നോക്കിക്കേ. 2 of the 3 ribbon of the same length and the half of the third ribbon was placed end to end. It came to 1 meter. What is the length of the ribbon in centimeter? See, 2 of the 3 ribbon. 2 of the 3 ribbon ഉണ്ട്. 3 ribbon ഇങ്ങനെ 1 2 3 ribbon. 2 of the 3 ribbon of the same length and half of the third ribbon. അതായത് ഇതൊരു റിബണ്, ഇതൊരു റിബണ്. അപ്പോൾ എത്ര റിബണായി? 2 റിബണായി. പിന്നെ ഈ 2 റിബണും പിന്നെ മൂന്നാമത്തെ റിബണിൻ്റെ ഹാഫ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പകുതി. അപ്പോൾ 2 and half റിബൺ എടുത്തു. എന്നിട്ടോ പ്ലേസർ ഇൻറ്റു അങ്ങനെ അറ്റത്ത് യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചു. എന്നിട്ടോ ഇറ്റ് കെയിം ടു 1 മീറ്റർ. ഇതെന്തായി മാറി? ഇറ്റ് കെയിം ടു 1 മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ റിബൺ ഇൻ സെൻറ്റിമീറ്റർ? അങ്ങനെയാണെങ്കിൽ ഈ റിബണിൻ്റെ ലെങ്ത് മീറ്ററിൽ നമുക്ക് കിട്ടും. സെൻറ്റിമീറ്ററിൽ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ മക്കളെ, ഇവിടെ 3 റിബണാണുള്ളത്. ഇത് ഒരു റിബൺ, ഇത് മറ്റേ റിബൺ, മൂന്നാമത്തെ റിബണിൻ്റെ പകുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 + 1/2 ദാറ്റ് ഈസ് 2.5 എന്ന് കിട്ടി. അത് എന്താണ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഇറ്റ് കെയിം 1 മീറ്റർ. അപ്പോൾ 1 മീറ്ററിൽ ഇത് എത്രയാണ് എന്ന ചോദ്യം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ ഈ 2 × 2/4 നമുക്ക് എങ്ങനെ എഴുതാം? 2 × 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 2 2s are 4, 4 + 1 5, 5/2 എന്നാണ്. ഇനി 1ൻ്റെ 5/2 അതെങ്ങനെയാണ് മക്കളെ കാണാം? ഇതെങ്ങനെയാണ് കാണാം? ഈ 1 ഡിവൈഡ് ബൈ 5/2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണ്ടേ? ഈ 1 എന്നുള്ളത് അതുപോലെ തന്നെ എഴുതുക. രണ്ടാമത്തെ നമ്പർ ഏതാ? 5/2 ആ. ഇൻറ്റു 2/5 ചെയ്യുക. ക്ലിയർ ആയോ? നമ്മളിത് 3 റിബൺ ഉണ്ടായിരുന്നു.
ആദ്യത്തെ ഒരു റിബണും രണ്ടാമത്തെ റിബണും മൂന്നാമത്തെ റിബണിൻ്റെ ഹാഫും കൂടെ വെച്ചപ്പോൾ എന്തായി മാറി? 1 മീറ്ററായി മാറി. അങ്ങനെയാണെങ്കിൽ എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് റിബൺ ഇൻ സെൻറ്റിമീറ്റർ? അപ്പോൾ 1 മീറ്റർ ആയി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് മിക്സഡ് ഫ്രാക്ഷൻ ആയിരുന്നു, പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയപ്പോൾ എന്തായി? 5/2 ആയി. ഇനി എന്ത് ചെയ്യണം? 5/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ടു 1 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? 1 ഡിവൈഡഡ് ബൈ 5/2. 1 ഡിവൈഡ് ബൈ 5/2. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റെസിപ്രോക്കൽ കണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് നമ്പറിന്റെ റെസിപ്രോക്കൽ കാണാം. സെക്കൻഡ് നമ്പറോട് എന്താ? 5/2. 1 അതുപോലെ എഴുതുന്നു. 5/2 എന്തായി മാറുന്നു? 2/5. ഇനി മുകളിലത്തെ 2 നമ്പറും കൂടി ഇൻറ്റു ചെയ്യുക. താഴെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 1 × 2 എന്താണ്? 2 ആണ്. 2/5 ആയി മാറും. 2/5 ആയി മാറും. 2/5 എന്താണ് മക്കളെ? മീറ്റർ ആണ്. 2/5 മീറ്റർ ആണ്. ഇതിനെ എങ്ങനെയാണ് സെന്റിമീറ്ററിലേക്ക് മാറ്റുക? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 2/5 മീറ്റർ എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 2/5 ഇൻറ്റു 100. അപ്പോൾ എന്താണ്? 2 × 100 എത്രയാണ്? 200. 200/5. 200നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ഉത്തരം കിട്ടുക? യെസ്, ദാറ്റ് ഈസ് 40 സെന്റിമീറ്റർ ഈസ് ദി ആൻസർ. എത്രയാണ് ഉത്തരം വരുന്നത്? 40 സെന്റിമീറ്റർ ആണ്. ഒന്നും കൂടെ പറയാം. ഒരു 3 റിബൺ ആയിരുന്നു. 3 റിബൺ ആദ്യത്തെ 2 റിബണും മൂന്നാമത്തെ റിബണിൻ്റെ പകുതിയും കൂടെ വെച്ചപ്പോൾ എന്തായി മാറി? 1 മീറ്റർ ആയി മാറി. അത് എത്ര സെന്റിമീറ്ററിലും ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കത് എത്ര ഭാഗമാണെന്ന് കണ്ടെത്താനായിട്ട് നമ്മളെങ്ങനെയാണ് കണ്ടെത്തുക? 1/2 ഈക്വൽ ടു 1 മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ എന്ത് ചെയ്യുകയാണ്? ഈക്വൽ ടു ഇപ്പുറത്തുള്ള നമ്പറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ 1നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? മിക്സഡ് ഫ്രാക്ഷൻ ആയതുകൊണ്ട് നമ്മളതിനെ പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റിയപ്പം 5/2 കിട്ടി. 5/2 1 ഡിവൈഡ് ബൈ 5/2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു നമ്പറിനെ ഇതിനെ ഡിവൈഡ് ചെയ്യുക, ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യാനായിട്ട് 1 × 2/5 എന്നാണ്. റെസിപ്രോക്കൽ കണ്ട് എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ കാണാമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പറിനെ തലതിരിച്ചിട്ട് ഇൻറ്റു ചെയ്യുക എന്നാണ് അർത്ഥം. ഇൻറ്റു ചെയ്യുമ്പോൾ 2/5 കിട്ടും. അത്രയും മീറ്ററാണ് ഉത്തരം വരുന്നത്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എത്ര സെൻറ്റിമീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 2/5നെ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുവാണ്. കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 200/5 കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ 40 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.